കൂട്ടുകാരെ, കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി പഴംപൊരിയുടെ റെസിപ്പി ആട്ടോ, ഒരു വെറൈറ്റി പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പഴംപൊരിയില്ലേ, അതൊരു പ്രത്യേക ടേസ്റ്റ്, അതിലൊരു വെറൈറ്റി സാധനം അവർ മിക്സ് ചെയ്യുന്നുണ്ട്. ആ സാധനം നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇന്ന് അടിപൊളിയായിട്ട് പഴംപൊരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ പഴംപൊരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് തട്ടുകട നടത്തുന്ന ഒരു ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നൊരു ട്രിക്കാണ്. അപ്പോൾ ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ട് അടിപൊളി സക്സസ് ആയപ്പോഴാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് അടിപൊളിയായിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കി നോക്കാം. ആയിട്ട് ഇതാ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത പഴമല്ല, ഒരുവിധം മീഡിയം പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ. അപ്പോൾ 2 ഞാൻ എടുത്തിട്ടുള്ളൂ. അടുത്തതായിട്ട് വേണ്ടതാണ് നമുക്ക് ഇതിലേക്ക് ഈ പഴംപൊരി ഉണ്ടാക്കാൻ ആവശ്യമുള്ള മെയിനായിട്ടുള്ള സാധനം. ഇതെന്താണെന്നറിയോ? ദോശമാവാണ് കേട്ടോ. കാലത്ത് ദോശ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ള മാവാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ അതാ നമ്മുടെ ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ പഴമൊക്കെ നന്നായി കഴുകിയിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ 2 പഴഞ്ഞേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 പഴം, ഒരു പഴം 3 കഷ്ണമാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നടുവൊന്നും മുറിക്കണില്ല. ഒരു പഴം 3 പീസായിട്ട് എടുക്കുന്നുണ്ട്. പഴുത്ത പഴം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 പീസാക്കിയിട്ട് എടുക്കണത്. അപ്പോൾ വലിയൊരു വിധം പീസ് കിട്ടുമല്ലോ, ചെറിയ സ്ലൈസായിട്ട് എടുക്കാണ്ട് ഒരു വിധം ജസ്റ്റ് ഒരു കട്ടിക്ക് ആയിട്ടാട്ടോ ഞാനിങ്ങനെ മുറിച്ചെടുക്കുക. എന്നാലാണ് കറക്റ്റായിട്ട് നമ്മുടെ പഴംപൊരി അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പഴം 3 പീസായിട്ട് എടുക്കുള്ളൂ കണ്ടോ. അപ്പോൾ ഈ ഒരു കനത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊരു 6 പീസ് കിട്ടും. അടുത്തതായിട്ട് നമ്മുടെ പഴംപൊരിയിലേക്ക് ഈ ദോശമാവാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ദോശമാവ് ഞാനൊരു 4 ടീസ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഞാൻ മൊത്തമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4 ദോശ ഉണ്ടാക്കാനുള്ളൊരു മാവ് തന്നെയാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ മൊത്തമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പഴം എത്രയാണ് എടുക്കണതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാവ് എടുക്കാം കേട്ടോ. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മൈദയൊന്നും അങ്ങനെ തോനെ ചേർത്തിട്ടല്ല കേട്ടോ ഈ പഴംപൊരി ഉണ്ടാക്കണത്. ഒരു കുറച്ച് മൈദ ചേർത്തുന്നുള്ളൂ. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂണോളം നമ്മൾ ഈ മൈദ ചേർക്കുന്നുണ്ട് കേട്ടോ. അധികം മൈദ ചേർക്കണില്ല കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി മധുരം ബാലൻസ് ചെയ്യാൻ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും നമ്മളിതിൽ ചേർക്കണില്ല. പിന്നെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ കളറിന് വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. വേറെ ബേക്കിംഗ് സോഡയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്കിതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായി തന്നെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരുവിധം കട്ടിക്കിട്ട്, നല്ലോണം ലൂസാവരുത്, നല്ല ഒരു കട്ടി വേണം നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ കേട്ടോ. പിന്നെ ഈ മാവിനൊരു ചെറിയൊരു പുളിപ്പും കൂടി ഉണ്ടാകുമ്പോൾ പഴംപൊരിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ മൈദ കുറച്ചെടുത്താൽ മതി കേട്ടോ. അധികം ഒന്നും മൈദ എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അധികം നേരമൊന്നും വെക്കണ്ട. അപ്പം തന്നെ നമുക്ക് വേഗം നമ്മുടെ പഴം മുക്കിയിട്ട് കോരിയിടുക കേട്ടോ. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ എടുക്കാം. വെളിച്ചെണ്ണയിൽ പഴംപൊരി ചുടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ചുടുന്നത്. അപ്പോൾ നമ്മുടെ പഴം ഓരോന്നായിട്ട് നമുക്ക് മുക്കിയെടുക്കാം. ഒറ്റ ട്രിപ്പിൽ ഒരു 3 കഷ്ണം ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം മുക്കിയിട്ട് നന്നായിട്ട്, നല്ല കട്ടിയുള്ള മാവാണല്ലോ. അപ്പോൾ നല്ലോണം മുക്കിയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമ്മുടെ പഴംപൊരി ഓരോന്നോരോന്ന് നമുക്ക് മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അധികം നേരം ഇത് മിക്സ് ചെയ്തൊന്നും വെക്കേണ്ട. സൂപ്പറായിട്ട് നന്നായിട്ട് പൊന്തി വരും കേട്ടോ. ചെറിയൊരു പുളിപ്പും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ദോശമാവ് കേട്ടോ. അതും കൂടി ആകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പഴംപൊരി. അപ്പോൾ നമുക്ക് വേഗം പൊരിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളധികം മൈദയും അതൊന്നും ചേർക്കാത്ത കാരണം അരിപ്പൊടി മാത്രമല്ലേ ഉള്ളൂ, ദോശമാവല്ലേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ അത് മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ അവിടെ നിന്ന് പോവുകയോ ചെയ്യരുത്. പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും കേട്ടോ. ആ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ പഴംപൊരിയൊക്കെ ഒന്ന് സെറ്റായിട്ട് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് കളറായതിന് ശേഷം നമുക്കിത് നമ്മുടെ പഴംപൊരി എടുക്കാം. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാട്ടോ. അപ്പോൾ തട്ടുകടയിലത്തെ പഴംപൊരി ഇപ്പോൾ നമുക്ക് അവിടെ ഇവിടെ ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അധികം വെളിച്ചെണ്ണ അങ്ങോട്ട് കുടിക്കുകയൊന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ചിലപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ആകെ അങ്ങനെ ഒരു തളർന്ന് എടുക്കുന്ന അവസ്ഥയൊക്കെ വരില്ലേ. ഈ മിക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പഴംപൊരി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ശരിയാവാത്തവർക്ക് എന്തായാലും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പും കൂടി മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം മാവ് കുറച്ചിങ്ങനെ ബാലൻസ് വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിങ്ങോട്ട് ചൂടായതിന് ശേഷം മറിച്ചിട്ട് കൊടുത്തു. പെട്ടെന്ന് ആവൂട്ടോ. നമുക്ക് വേഗം ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട്
പഴംപൊരി പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ ഈ എന്തായാലും ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്തായാലും പഴംപൊരി ഉണ്ടാക്കി നോക്കി നോക്ക്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും പറയാൻ മറക്കരുത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നമുക്കതേ നല്ലൊരു ടിപ്പും വരും കേട്ടോ. അതേ പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും പഴം ഉള്ളിലും നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.